സഭാ തർക്കത്തിൽ സമാധാന ശ്രമങ്ങൾക്കിടയിൽ ക്രൈസ്തവ സമൂഹത്തിനുണ്ടാകുന്ന ആശങ്കകൾ കാണാതെ പോകരുത്. 1958 കോടതിക്ക് പുറത്തെ ഓർത്തഡോക്സ് സഭയുടെ വിട്ടുവീഴ്ചയോടെയുണ്ടായ സമവായവും യോജിപ്പും ഇരുവിഭാഗവും പരസ്പരം അംഗീകരിച്ച 1934 ഭരണഘടന നിലനിൽക്കെ 1970 പാത്രിയാർക്കീസ് ബാവയുടെ തത്വദീക്ഷയില്ലാത്ത 1934 ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഇടപെടലുമാണ് സുപ്രീം കോടതിയുടെ 1958 2017 ഇടയിലുണ്ടായ 5 വിധികളും മലങ്കര സഭയുടെ പള്ളികൾ 1934 ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടേണ്ടതാണെന്ന് അസന്നിഗ്ധമായി പറയിപ്പിച്ചത്. ഈ വിധികൾക്ക് വിപരീതമായി 1970 ശേഷം ബലമായി കൈവശം വെച്ചിരിക്കുന്ന പള്ളികളാണ് ഇന്നത്തെ യാക്കോബായക്കാരെന്ന് പറയുന്നവർ അവകാശമായി പറയുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം 2 വിഭാഗങ്ങളും ഒരുമിച്ച് മലങ്കർ അസോസിയേഷൻ 2002 കൂടി കാതോലിക്കായെ തെരഞ്ഞെടുക്കാനുള്ള പ്രക്രിയയിൽ നിന്നും വിട്ടുനിന്ന് 2002 മറ്റൊരു സൊസൈറ്റി രൂപീകരിക്കുകയും ഒരു ഭരണഘടന ഉണ്ടാക്കുകയും അതിനെ സുപ്രീം കോടതി തള്ളിക്കളയുകയും മലങ്കര സഭയുടെ പള്ളികൾ 1934 ഭരണഘടന പ്രകാരം മാത്രം ഭരിക്കപ്പെടേണ്ടതാണെന്നും അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാതെ വിധി കൽപ്പിക്കുകയും ചെയ്തതാണ്. ഇതിലുപരി സഭ ഒന്നേയുള്ളൂവെന്നും അത് വിഭജിക്കാൻ പാടുള്ളതല്ലെന്നും കോടതി പറഞ്ഞിട്ടുള്ളതാണ്. 10 വർഷം ഭരിച്ച LDF സർക്കാർ സമാധാന ശ്രമങ്ങൾ നടത്തുകയും അതിനിടെ പാത്രിയാർക്കീസ് ബാവ ഒരു ബദൽ ശ്രേഷ്ഠ കാതോലിക്കയെ വാഴിച്ചയച്ചതും നമ്മൾ കണ്ടു. സമാധാന ശ്രമങ്ങൾക്ക് അതും ഒരു തടസ്സമായി ഇന്ന് നിലനിൽക്കുന്നു. ഈ ശ്രേഷ്ഠ കാതോലിക്ക വാഴ്ചയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികൾ രാജ്യത്തിന് പുറത്തു നടന്ന ചടങ്ങിൽ പങ്കെടുത്തത് തന്നെ ഈ രാജ്യത്തിന്റെയും പരമോന്നത കോടതിയോട് കാണിച്ച അവമതിപ്പാണ്. ഈ ശ്രേഷ്ഠ കാതോലിക്ക സമാധാനത്തിന് കുറുക്കുവഴിയായി സഭ രണ്ടാക്കണമെന്ന് പറഞ്ഞു നടക്കുന്നു. ഇങ്ങനെയുള്ള ഒരു വിഘടിത കാതോലിക്കയോടൊപ്പം ഇരുന്ന് സന്ധി സംഭാഷണങ്ങളും ആലോചനകളും നടത്താൻ പോകുമ്പോൾ നാട്ടിലെ കോടതി വിധികളൊന്നും മാനിക്കാതെ നടക്കുന്ന ഇദ്ദേഹത്തെ പരോക്ഷമായി അംഗീകരിക്കുന്നതിന് തുല്യമല്ലേ? സ്വയം മറ്റൊരു സഭയായി പോകാനാണ് ആഗ്രഹമെങ്കിൽ 1934 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടേണ്ടാത്ത പള്ളികളുമായി സ്വതന്ത്രമായി നിലനിൽക്കാമല്ലോ. മലങ്കര സഭയുടെ 1934 ഭരണഘടനയ്ക്ക് വിധേയമായി ഭരിക്കപ്പെടേണ്ട കുറെ പള്ളികൾ അവർക്ക് വേണമെന്ന് പറയുന്നത് പോലെ പാത്രിയാർക്കീസിനെ മലങ്കര സഭയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതുമല്ല പ്രധാന പ്രശ്നം. ഇപ്പറയുന്നവർ അവകാശപ്പെടുന്ന പള്ളികൾ 1970 ശേഷം ബലമായി പിടിച്ചുവെച്ചിരിക്കുന്നുവെന്നതാണ് സത്യം. അത് നിയമപരമായി ഭരിക്കപ്പെടണമെന്നാണ് കോടതി പറയുന്നത്. ഇത് തിരിച്ചറിയാനുള്ള കഴിവ് കേരള സമൂഹത്തിനുണ്ട്. ഇതിനിടയിലാണ് സഭ വിഭജിക്കണമെന്ന മുറവിളി. 1934 ഭരണഘടനാ വിധേയമായി 1958 യോജിപ്പിന്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി വാഴിക്കപ്പെട്ട ഒരു പാത്രിയർക്കീസിനെ ഭരണഘടനയുടെ ഖണ്ഡിക 1 പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് മലങ്കര സഭയുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമല്ല ഇപ്പോൾ നടക്കുന്നത്. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് 79 വർഷം കഴിയുമ്പോഴും ഈ തനിമയുള്ള തോമസ് സ്ലീഹായുടെ പൈതൃകം മുറുകെ പിടിക്കുന്ന ദേശീയസഭ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കേണ്ടി വരുന്നത് ദുഃഖകരമല്ലേ? പാത്രിയാർക്കീസിനെ മാനിക്കുമെന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിണിയാളുകളും കോടതി വിധി മാനിച്ച് എക്യൂമെനിക്കൽ എത്തിക്സ് മാനിച്ച് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായി കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ് സമവായം ഉണ്ടാകുന്നത്. ആത്മീയ പിതാക്കന്മാരും സഭാ മേലധ്യക്ഷന്മാരും കോടതി വിധികളെ മാനിക്കാനുള്ളതാണെന്ന് മുഖ്യമന്ത്രി തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അവരോട് പറയാൻ തയ്യാറായാൽ സമാധാന ശ്രമങ്ങളിൽ ഒരു വഴിത്തിരിവുണ്ടാകും. സമാധാന ശ്രമങ്ങളുടെ മറവിൽ മുഖ്യമന്ത്രി ഈ വിഘടിതരുടെ കുൽസിത പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനമായി നിൽക്കാതെ കരുതലോടെ ഇടപെടുമെന്ന് വിശ്വസിക്കാം.